ദൈവത്തിനൊരിക്കൽ സ്തുതിയായിരിക്കട്ടെ. ഹായ് കൂട്ടുകാരെ, 25-ാം നോമ്പിന്റെ അവസാന ദിവസമായി ഇന്ന് കുഞ്ഞുമലാഹ നമ്മളോട് പറഞ്ഞു തരാൻ പോകുന്നത് ലോകരക്ഷകനായ ഈശോയുടെ ജനനത്തെ കുറിച്ചാണ്. 24 ദിവസത്തെ ഒരുക്കങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. മറിയത്തിന്റെയും ജോസഫിന്റെയും സഹനയാത്ര, ഇടയന്മാരുടെ സന്തോഷം, ജ്ഞാനികളുടെ കാഴ്ച സമർപ്പണം, ഈ കഥകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ സത്യത്തിലാണ്: ലോകരക്ഷകൻ ജനിച്ചിരിക്കുന്നു. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സാന്റാക്ലോസും സമ്മാനങ്ങളുമായിരിക്കുമല്ലോ. പക്ഷേ ഇതൊന്നുമല്ല ക്രിസ്മസിന്റെ യഥാർത്ഥ അർത്ഥം. ദൈവം നമുക്ക് തന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്: സ്നേഹം, സമാധാനം, പ്രത്യാശ. ഇതൊക്കെയാണ്. ലോകത്തിലെ തിരക്കുകൾ കാരണം ഈശോയ്ക്ക് മുറി നിഷേധിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിലും തിരക്കുകൾ ഉണ്ടാക്കി ഈശോയ്ക്ക് മുറി നിഷേധിക്കരുത്. നമ്മൾ എളിയവരായി ജീവിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരോട് തന്നെ കരുണ കാണിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ഈശോ ജീവിക്കും. കൂട്ടുകാരെ, ഈശോ നമ്മുടെ ലോകരക്ഷകനാണ്. അവൻ നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മൾ ആ സ്നേഹം മറ്റുള്ളവരായി പങ്കുവെക്കാം. ഏവർക്കും സന്തോഷകരമായ ഈ ക്രിസ്മസ് ആശംസകൾ നേരുന്നു.